ഓഫീസുകളിലെ ജിമെയിൽ ഫുള്ളായാൽ ഔട്ട് ഓഫ് സ്റ്റോറേജ് എന്ന മെസ്സേജ് കാണാൻ കഴിയും. ഇങ്ങനെ വന്നാൽ മെയിലുകൾ അയക്കാനോ റിസീവ് ചെയ്യാനോ സാധിക്കില്ല. ഈ സമയങ്ങളിൽ പൊതുവെ കാണുന്നത് ഒന്നുകിൽ കൂടുതൽ സ്റ്റോറേജ് പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ നിലവിലുള്ള മെയിലുകൾ ഡിലീറ്റ് ചെയ്തു കളയുകയോ അതുമല്ലെങ്കിൽ പുതിയ മെയിൽ ഐഡി ക്രിയേറ്റ് ചെയ്ത് അത് ഒഫീഷ്യൽ ഐഡിയായിട്ട് ഉപയോഗിക്കുകയോ ചെയ്യുന്നതാണ് കണ്ടുവരുന്നത്. എന്നാൽ ഇനി മെയിലുകൾ ഡിലീറ്റ് ചെയ്യുകയോ കൂടുതൽ സ്റ്റോറേജ് പർച്ചേസ് ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നിലവിലെ ഒഫീഷ്യൽ ജിമെയിലിലെ എല്ലാ മെയിലുകളും മറ്റൊരു മെയിലിലേക്ക് ഈസിയായി ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഇത് എപ്രകാരമെന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതാണ്. ആദ്യമായി നിലവിലെ മെയിലുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിനായി പുതിയൊരു മെയിൽ ഐഡി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഔട്ട് ഓഫ് സ്റ്റോറേജായ നിങ്ങളുടെ ജിമെയിൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മുകളിൽ വലതുവശത്തായി കാണുന്ന പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ കാണുന്ന ആഡ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലേക്ക് വരിക. തുടർന്ന് കാണുന്ന പേജിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പുതിയൊരു ജിമെയിൽ ക്രിയേറ്റ് ചെയ്യാം. പുതിയ ജിമെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മുടെ ഫസ്റ്റ് നെയിം ടൈപ്പ് ചെയ്തു കൊടുക്കുക. ലാസ്റ്റ് നെയിം ഉണ്ടെങ്കിൽ അതും ടൈപ്പ് ചെയ്തു കൊടുത്ത് നെക്സ്റ്റ് ടാബ് ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലേക്ക് പോവുക. ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറുമാണ് ഓപ്റ്റ് ചെയ്തു കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു വരുന്ന പേജിൽ പുതിയ മെയിൽ ഐഡി ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തുവരുന്ന പേജിൽ പാസ്വേഡും കൺഫേം പാസ്വേഡും ടൈപ്പ് ചെയ്തതിനു ശേഷം വീണ്ടും നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വിസിബിളാവുന്ന QR കോഡ് മൊബൈൽ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് അതിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തുവരുന്ന പേജിൽ വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ടു പോവുക. തുടർന്ന് ലഭിക്കുന്ന പേജിൽ റിക്കവറി മെയിൽ ടൈപ്പ് ചെയ്യുവാനുള്ള ഓപ്ഷൻ വരുന്നിടത്ത് റിക്കവറി മെയിൽ ഐഡി ഏതെങ്കിലും ടൈപ്പ് ചെയ്യുകയോ ഈ പ്രോസസ്സ് സ്കിപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയ മെയിൽ ക്രിയേറ്റ് ആവുന്നതാണ്. അതിനുശേഷം താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് എഗ്രി എന്ന ടാബ് ക്ലിക്ക് ചെയ്ത് മെയിൽ ഓപ്പൺ ചെയ്യുക. ജിമെയിൽ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഈ കാണുന്ന ജിമെയിൽ സെറ്റിംഗ്സ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലഭിക്കുന്ന ഡയലോഗ് ബോക്സിന്റെ മുകളിൽ കാണുന്ന സിയോൾ സെറ്റിംഗ്സ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തുവരുന്ന പേജിന്റെ മുകളിലായി കാണുന്ന അക്കൗണ്ട്സ് ആൻഡ് ഇമ്പോർട്ട് എന്ന ടാബ് പ്രസ് ചെയ്തതിനു ശേഷം താഴെ ഈ കാണിച്ചിട്ടുള്ള ഇമ്പോർട്ട് മെയിൽ ആൻഡ് കോണ്ടാക്ട്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു പേജ് ഓപ്പണായി വരുന്നതായി കാണാം. ഈ പേജ് തുടരുന്നതിനു മുമ്പായി ആദ്യം ഈ പേജ് ക്ലോസ് ചെയ്ത് മുകളിൽ ഈ കാണിച്ചിരിക്കുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് പോപ്പപ്പ് ലോക്ക് ഓൾവേസ് അലൗ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഡൺ ടാബ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം വീണ്ടും ഇമ്പോർട്ട് മെയിൽ ആൻഡ് കോണ്ടാക്ട്സ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന പേജിൽ ഏതു ജിമെയിലിൽ നിന്നാണോ മെയിലുകൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ മെയിൽ ഐഡി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്തുവരുന്ന പേജിലും കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്ത് മുന്നോട്ടു പോവുക. ഇതിൽ ഈ കാണുന്ന സെലക്ട് ഓൾ എന്ന ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്തതിനു ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന പേജിൽ എല്ലാ ഓപ്ഷനുകളും ചെക്ക് ചെയ്ത് സ്റ്റാർട്ട് ഇമ്പോർട്ട് എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഇത്രയും ചെയ്തു കഴിയുമ്പോൾ മെയിലുകൾ ഇമ്പോർട്ട് ചെയ്യാൻ ആരംഭിക്കുന്നതായിരിക്കും. എല്ലാ മെയിലുകളും ഇമ്പോർട്ടായി വരുവാൻ 2 ദിവസമെങ്കിലും എടുക്കും. രണ്ടു ദിവസത്തിനു ശേഷം ബാക്കപ്പ് മെയിൽ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഇൻബോക്സിലായിരിക്കില്ല മെയിലുകൾ കോപ്പിയായിട്ടുള്ളത്. നേരം മറിച്ച് ഈ മെയിലിന്റെ താഴത്തേക്ക് വരുമ്പോൾ ഏത് മെയിലിൽ നിന്നാണോ മെയിലുകൾ ട്രാൻസ്ഫർ ചെയ്തു വന്നിട്ടുള്ളത് ആ മെയിൽ ഐഡി അവിടെ കാണിക്കുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ആയിട്ടുള്ള എല്ലാ മെയിലുകളും കാണുവാൻ സാധിക്കും. എല്ലാ മെയിലുകളും ട്രാൻസ്ഫറായി എന്നുറപ്പുവരുത്തിയതിനു ശേഷം പഴയ മെയിൽ ഓപ്പൺ ചെയ്ത് അതിലുള്ള മെയിലുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് വീണ്ടും ഉപയോഗയുക്തമാക്കാവുന്നതാണ്.